friends, welcome to Algeometry in Malayalam. Last video, we arithmetic progressions in the chapter started. Now, we will arithmetic progressions and common difference and in general form of an AP and explain. Now, in this video, we will examples explain. Now, video this channel subscribe. If the video is like helpful, share. If you have comments, doubts or suggestions, comment in the video. First example. For the AP, 3 by 2, 1 by 2, minus 1 by 2, minus 3 by 2, write the first term and common difference T. This is a easy question. So, AP is the first term and common difference is the first term first term is A. First term is 3 by 2. This common difference. Common difference is calculate 1 by 2. One term in preceding term subtract. So 1 by 2 minus 3 by 2. 1 by 2 minus 3 by 2. So we answer minus 1. So this is common difference. Now we will second example. So this is second example. Which of the following list of numbers form an AP? If they form an AP, then write the next two terms. So, we have a list of numbers. We have an AP. This list of numbers is AP. Prove. So, question is list of numbers AP determine. That AP next two terms കണ്ടുപിടിക്കണം ആ ക്വസ്റ്റ്യന്റെ കണ്ടുപിടിക്കണം ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് മൂന്ന് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് മൂന്ന് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട് ഫസ്റ്റ് ആണ് 10 15 20 25 30 അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് എപിയിലാണോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു എപിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്താ കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കും അതായത് ഏത് രണ്ട് ടേംസ് എടുത്താലും അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇത് നമ്മൾ ചെക്ക് ചെയ്യണം അതിപ്പോൾ നമുക്കൊരു കോമൺ ഡിഫറൻസ് കിട്ടുവാണെങ്കിൽ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒരു എ പിയിലുള്ള നമ്പേഴ്സ് ആണ് നമുക്ക് എഴുതാൻ പറ്റും അപ്പോൾ ആദ്യം നമുക്ക് അത് ചെക്ക് ചെയ്യാം ഞാൻ ആദ്യം ഇപ്പം ഇത് നമ്മൾ A1 എടുത്തു A2 A3 A4 അങ്ങനെ നമുക്ക് എടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ A2 മൈനസ് A1 ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് 15 മൈനസ് 10 നമുക്ക് 5 എന്ന് കിട്ടും ഇനി A3 മൈനസ് A2 ചെയ്ത് നോക്കാം അപ്പോൾ 20 മൈനസ് 15 ഈക്വൽ ടു 5 എന്ന് കിട്ടി ഇനി A4 മൈനസ് A3 അപ്പോൾ 25 മൈനസ് 20 അപ്പോഴും 5 അപ്പോൾ അറ്റ്ലീസ്റ്റ് 4 ടേംസ് എങ്കിലും നമ്മൾ ചെക്ക് ചെയ്യണം കാരണം ചില സമയത്ത് എന്താ പറ്റുന്നത് വെച്ചാൽ ആദ്യത്തെ ഒരു 4 ടേംസ് വരെ അല്ലെങ്കിൽ 3 ടേംസ് വരെ ഇടയിലുള്ള ഡിഫറൻസ് സെയിം ആയിട്ട് പോകും പിന്നെ അതിന് ശേഷമായിരിക്കും ചിലപ്പം ഇടയിലുള്ള ഡിഫറൻസിന് വ്യത്യാസം വരുന്നത് അപ്പോൾ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് 4 ടേംസ് വരെ നമ്മൾ ചെക്ക് ചെയ്യണം ഇതിന്റെ കോമൺ ഡിഫറൻസ് ഈക്വൽ ആയിട്ട് വരുന്നുണ്ടോ ഇല്ലയെന്നുണ്ട് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ A2 മൈനസ് A1 A3 മൈനസ് A2 A4 മൈനസ് 3 എല്ലാം നമുക്ക് 5 ആയിട്ട് കിട്ടും കോമൺ ഡിഫറൻസ് അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും AK പ്ലസ് 1 മൈനസ് AK എന്ന് പറയുന്നത് സെയിം ആണ് ഈസ് സെയിം അപ്പോൾ സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും ദ ഗിവൺ നമ്പേഴ്സ് ആർ ഇൻ AP പിന്നെ ഇവിടെ കോമൺ ഡിഫറൻസ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും ഡിഫറൻസ് എന്തായിരിക്കും 5 ഇനി നമ്മുടെ അടുത്ത ജോലി എന്താ നെക്സ്റ്റ് 2 ടേംസോടെ നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ ഇവിടെ 30 ആയിരുന്നു നമുക്ക് തന്നിരിക്കുന്ന ലാസ്റ്റ് ടേം അപ്പോൾ നെക്സ്റ്റ് ടേം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം 30യുടെ കൂടെ ഈ 5 ആഡ് ചെയ്യണം അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 30 പ്ലസ് 5 35 ആണ് ഒരു ടേം ഇനി അടുത്ത ടേം കിട്ടാൻ എന്ത് ചെയ്യണം ഈ 35ന്റെ കൂടെ 5 ആഡ് ചെയ്യണം അപ്പോൾ 40 അപ്പോൾ നെക്സ്റ്റ് 2 ടേംസ് എന്ന് പറയുന്നത് 35 40 ഇനി നമുക്ക് സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് പോകാം സെക്കൻഡ് എന്താ 1 minus 1 minus 3 minus 5 അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ
കോമൺ ഡിഫറൻസ് അല്ല, ഡിഫറൻസ് ഈക്വൽ ആണോ എന്ന് നോക്കണം. അപ്പോൾ ഡിഫറൻസ് ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ കോമൺ ഡിഫറൻസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആദ്യമേ കോമൺ ഡിഫറൻസ് നമ്മൾ ഒരിക്കലും എഴുതരുത്, ഡിഫറൻസ് മാത്രം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈക്വൽ ആയിട്ട് വരുവാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ കോമൺ ഡിഫറൻസ് എന്ന് പറയത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം A2 മൈനസ് A1. അപ്പോൾ -1 -1 എന്ത് കിട്ടും? -2. ഇനി A3 മൈനസ് A2 -3 -1 -3 മൈനസ് ഉണ്ടാവും, -3 + 1 അതായത് -2. ഇനി A4 മൈനസ് A3 -5 -3 അത് -5 + 3 = -2. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിലും എല്ലാത്തിൻ്റെയും ഡിഫറൻസ് ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? AK + 1 - AK ഈസ് സെയിം. അപ്പോൾ അതുകൊണ്ട് ഈ തന്നിരിക്കുന്നു therefore the given list of numbers are in AP. പിന്നെ അണ്ടർ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യാൻ പറ്റും? കോമൺ ഡിഫറൻസ് D = -2. ഇനി അടുത്ത രണ്ട് ടേംസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? -5ന്റെ കൂടെ -2നെ ആഡ് ചെയ്യണം. അപ്പോൾ -5 + -2 എന്ത് കിട്ടും നമുക്ക്? -7 എന്ന് കിട്ടും. ഇനി അതിനടുത്ത ടേം കിട്ടാൻ വേണ്ടിയിട്ട് -7 + -2 -9. അപ്പോൾ -7ഉം -9ഉം ആണ് നെക്സ്റ്റ് 2 ടേംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. A2 മൈനസ് A1 3 -3 അതായത് 3 + 3 = 6 എന്ന് കിട്ടും. ഇനി A3 മൈനസ് A2 നമുക്ക് എന്ത് കിട്ടും? -3 -3 -6. അപ്പോൾ നമുക്ക് 3 ടേം ചെക്ക് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി നമുക്ക് ഡിഫറൻസ് ഈക്വൽ ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഇതിനൊരു കോമൺ ഡിഫറൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഒരു AP ഫോം ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ AP ഫോം ചെയ്യാത്തതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് 2 ടേംസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പം AP അല്ലാത്ത കേസിൽ നമുക്ക് 2 പ്രാവശ്യം മാത്രമേ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരത്തുള്ളൂ. കാരണം രണ്ടാമത്തെ പ്രാവശ്യം തന്നെ നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടാതെ വരും. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒരു AP ഫോം ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ ടൈപ്പിലെ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇതാണ് തേർഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഫസ്റ്റ് സിറ്റുവേഷൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഒരു സീക്വൻസ് ഫോം ചെയ്യണം. അപ്പോൾ ആ തന്നിരിക്കുന്ന സീക്വൻസ് APയിലാണോ അല്ലയോ, ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ജോലി എന്താ? തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ അക്കോർഡിംഗ് നമ്മൾ ഒരു സീക്വൻസ് ഫോം ചെയ്യണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1000 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഒരു ഓഡിറ്റോറിയത്തിൽ ടോട്ടൽ 1000 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പം ഓഡിറ്റോറിയത്തിൽ നിന്ന് നമ്മൾ ലീവ് ചെയ്യുന്നത്, അതായത് സ്റ്റുഡൻസ് ലീവ് ചെയ്യുന്നത് 25 വീതമുള്ള ബാച്ചസ് ആയിട്ടായിരിക്കും ഓഡിറ്റോറിയത്തിൽ നിന്ന് സ്റ്റുഡൻസ് ലീവ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ബാച്ച് കഴിയുമ്പോഴും ഓഡിറ്റോറിയത്തിൽ ബാക്കി വരുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം അത് ഒരു സീക്വൻസ് ആയിട്ട് നമ്മൾ എഴുതുവാണെങ്കിൽ അത് AP ആണോ അല്ലയോ, അതാണ് ക്വസ്റ്റ്യൻ. അതായത് 1000 സ്റ്റുഡൻസിൽ നിന്ന് ആദ്യത്തെ 25 പോയി. അപ്പോൾ ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ നമ്പർ, പിന്നെ ആ ബാക്കിയുള്ള നമ്പറിൽ നിന്ന് പിന്നത്തെ 25 പോയി. അപ്പോൾ അങ്ങനെ ഓരോ പ്രാവശ്യവും ലീവായി കഴിയുമ്പോഴുള്ള നമ്പേഴ്സ് നമ്മൾ സീക്വൻസ് ആയിട്ട് എഴുതുവാണെങ്കിൽ അതൊരു AP ആയിരിക്കും അല്ലയോ, അതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്പർ നമ്മൾ 1000 ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബാച്ച് നോക്കാം. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പോൾ എത്ര? 1000 നമ്മൾ ഫസ്റ്റ് 25നെ സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് 975 എന്ന് കിട്ടും. ഇനി നമ്മൾ സെയിം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ലെഫ്റ്റ് ഇൻ ഓഡിറ്റോറിയം ആഫ്റ്റർ ദ സെക്കൻഡ് ബാച്ച് ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ അത് എത്ര? 25 ആണ് ലീവ് ആവുന്നത്. അപ്പോൾ 975 മൈനസ് 25. അപ്പോൾ നമുക്കത് കിട്ടുന്നത് 915 ആണ്. ഇനി തേർഡ് ബാച്ച്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്പ് അതുപോലെ എഴുതണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ തേർഡ് ബാച്ചിന് മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പോൾ 950 മൈനസ് 25. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 925 എന്ന് കിട്ടും. ഇനി ഫോർത്ത് ബാച്ച് 925 മൈനസ് 25 900 എന്ന് കിട്ടും.
അപ്പോൾ നമ്മൾ ഇതിനെ ഒരു സീക്വൻസ് ആയിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താ 975 950 അല്ല ആദ്യം 1000 ആണ് 1000 975 950 925 900. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമുക്കൊരു സീക്വൻസ് കിട്ടുന്നത്. നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന സീക്വൻസ് ഒരു എ പിയിലാണോ അല്ലയോന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഈ നമ്പേഴ്സ് കിട്ടിയത് എങ്ങനെയാണ് 25 സബ്ട്രാക്ട് ചെയ്താൽ കിട്ടിയത്. അപ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു എ പിയിലായിരിക്കും ഉണ്ടാവുന്നത്. എന്നാൽ നമ്മളതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 975 മൈനസ് 1000 നമുക്ക് എന്ത് കിട്ടും? -25 കിട്ടും. ഇനി 950 മൈനസ് 975 ചെയ്യുമ്പോൾ നമുക്ക് അത് -25 കിട്ടും. അപ്പോൾ നമ്മൾ ഏത് രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസ് എടുത്താലും ഡിഫറൻസ് എന്ന് പറയുന്നത് -25 ആണ്, ഈക്വൽ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്തെഴുതാൻ പറ്റും? തന്നിരിക്കുന്ന സീക്വൻസ് ഒരു എ പി ഫോം ചെയ്യുന്നുണ്ടെന്ന് എഴുതാൻ പറ്റും. ഇനി നമുക്ക് സെക്കൻഡ് സിറ്റുവേഷനിലേക്ക് പോകാം. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. The amount of money in the account every year when ₹100 are deposited annually to be accumulated at compound interest at 4% per annum. അപ്പോൾ ഇവിടെ പി തന്നിട്ടുണ്ട്. പി എന്ന് വെച്ചാൽ ₹100 ആണ്. പിന്നെ റേറ്റ് തന്നിട്ടുണ്ട് 4%. ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ റേറ്റ് ആണ്. അപ്പം തന്നിരിക്കുന്ന പ്രിൻസിപ്പളിനെ നമ്മൾ 4% ഇൻട്രസ്റ്റിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഓരോ ഇയറിന്റെ എൻഡിലും അക്യുമുലേറ്റ് ചെയ്യുന്ന amount അതിന് നമ്മൾ സീക്വൻസ് ആക്കി എഴുതുവാണെങ്കിൽ നമുക്കൊരു എ പി കിട്ടുമോ ഇല്ലയോ. അപ്പോൾ ഫസ്റ്റ് ഇയറിന്റെ എൻഡിൽ നമുക്ക് കിട്ടുന്ന amount എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് അതിന്റെ ഫോർമുല അറിയാം. P × 1 + R/100 the whole raised to n. അപ്പോൾ ഇവിടെ P എന്ന് പറയുന്നത് 100 ആണ്. 1 + 4/100 the whole raised to n എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ ആണ്, നമ്മൾ 1 എന്ന് എടുക്കാം. അപ്പോൾ 100 × 104/100. അപ്പോൾ നമുക്കത് 104 rupees എന്ന് കിട്ടും. ഇനി സെക്കൻഡ് ഇയറിന്റെ എൻഡിൽ അപ്പോൾ P × 1 + R/100 the whole raised to n ന് ഇവിടെ എന്ത് വരും? 100 × 1 + 4/100 the whole square. അപ്പോൾ അതായത് 100 × 104/100 the whole square എന്ന് വരും. ഇനി തേർഡ് ഇയർ 100 × 1 + 4/100 the whole cube. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ മൂന്നെണ്ണം നമ്മൾ സീക്വൻസ് ആക്കി എഴുതുവാണെങ്കിൽ 104 108.16. ഇപ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ 108.16 മൈനസ് 104 നമുക്ക് ഡിഫറൻസ് കിട്ടുന്നത് 4.16 ആണ്. ഇനി 112.48 മൈനസ് 108.16 എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഡിഫറൻസ് നമുക്ക് കിട്ടുന്നത് എന്താ? 4.32 എന്നാണ് നമുക്ക് ഈ രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കിട്ടുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ടേംസിൻ്റെ ഇടയിൽ നമുക്കൊരു കോമൺ ഡിഫറൻസ് കിട്ടത്തില്ല. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടാത്തപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? തന്നിരിക്കുന്ന സീക്വൻസ് ഒരിക്കലും ഒരു എ പി ഫോം ചെയ്യത്തില്ല. അപ്പോൾ ഇതിൽ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒരിക്കലും ഒരു എ പി ഫോം ചെയ്യത്തില്ല. പക്ഷേ സിമ്പിൾ ഇൻട്രസ്റ്റ് എപ്പോഴും ഒരു എ പി ഫോം ചെയ്യുന്ന കേസാണ്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒരു എ പി ആയിരിക്കത്തില്ല, സിമ്പിൾ ഇൻട്രസ്റ്റ് ഒരു എ പി ആയിരിക്കും. അപ്പോൾ ഇത്രയുമായിരുന്നു ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ എക്സസൈസ് 5.1 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോയുമായി വരുന്നതിലേക്ക് ബൈ, ഹാപ്പി ലേണിംഗ്.